ഇനി സുൻസുവിൻ്റെ ടാക്ടിക്കൽ ഡിസ്പോസിഷൻസിലെ എസ്എ ക്വസ്റ്റ്യൻസ് നോക്കാം. കമന്റ് ഓൺ ദ വാർ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ഡിഫറെന്റ് നാഷൻസ് ഇൻ 21st century. ഹൗ ഡു ദേ വേരി ഫ്രം ദാറ്റ് ഓഫ് ദി ആൻഷ്യൻ പീരീഡ്? മുമ്പുണ്ടായ പുരാതന കാലത്തിൽ ഉണ്ടായിരുന്ന ടാക്ടിക്കൽ മെത്തേഡ്സും അല്ലെങ്കിൽ വാർ മെത്തേഡ്സും അതുപോലെ തന്നെ 21st centuryയിലെ ഡിഫറെൻറ്റ് രാജ്യങ്ങളിൽ അഡോപ്റ്റ് ചെയ്യുന്ന വാർ സ്ട്രാറ്റജീസും എന്താണ്? ഇൻ ദ 21st century, വാർ സ്ട്രാറ്റജീസ് ഹാവ് ചേഞ്ച്ഡ് ഗ്രേറ്റ്ലി കമ്പയർഡ് ടു ദോസ് ഓഫ് ദി ആൻഷ്യൻ പീരീഡ്. ഓക്കെ, ആൻഷ്യൻ പീരീഡ് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട്. ആൻഷ്യൻ വാർസ് സച്ച് ആസ് those described by Sun Tzu focus on direct combat defense and moral strength. അപ്പോൾ അവരെന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഏൻഷ്യൻ്റ് ആയിട്ടുള്ള യുദ്ധങ്ങൾ, കോമ്പാക്റ്റ് അല്ലേ, ദ്വന്ദ്വയുദ്ധം, ഡിഫൻസ്, അതുപോലെ മോറൽ സ്ട്രെങ്ത്തുമാണ് അവരുടെ മെയിൻ ടൂൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബാറ്റിൽസ് വെർ ഫോർട്ട് ഫേസ് ടു ഫേസ് ആണ് യുദ്ധം നടന്നത്. വിക്ടറി ഡിപ്പെൻഡ് ഓൺ പ്രിപ്പറേഷൻ, ഡിസിപ്ലിൻ ആൻഡ് സ്കിൽ ഓഫ് ദി കമാൻഡറുടെ സ്കില്ലും ഡിസിപ്ലിനും അതുപോലെ തന്നെ പ്രിപ്പറേഷനുമാണ് യുദ്ധങ്ങൾ ജയിക്കാൻ കാരണമായിട്ടുള്ളത്. ഇൻ കോൺട്രാസ്റ്റ്, മോഡേൺ നേഷൻസ് റിലൈ ഓൺ മോർ ഓൺ ടെക്നോളജി. ഇപ്പോഴത്തെ നാഷൻസ്, ഇപ്പോഴത്തെ രാജ്യങ്ങൾ ടെക്നോളജിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് റിലൈ ചെയ്യുന്നത്, അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെക്നോളജിയാണ്, ഇൻ്റലിജൻസ് ആണ്. അതുപോലെ തന്നെ ഇൻ്റലിജൻസ് മീൻസ് രഹസ്യാന്വേഷണം കാര്യങ്ങൾ. ആൻഡ് ദ ഇൻഫർമേഷൻ വാർഫെയർ ദാറ്റ് ഓൺ ട്രഡീഷണൽ ഫൈറ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ വാർഫെയർ. അതുപോലെ തന്നെ ഇൻഫർമേഷൻ, ഡാറ്റ കൊണ്ടുള്ള വാർഫെയർ ആണ് എന്തിലുപരിയായിട്ട്, ട്രഡീഷണൽ ഫൈറ്റിംഗിലുപരിയായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടുഡേയ്സ് വാർസ് ആർ ഓഫൺ ഫോർട്ട് ത്രൂ സൈബർ അറ്റാക്സും ഡ്രോൺസും സാറ്റലൈറ്റ്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വെച്ചാണ് ഇപ്പോഴത്തെ യുദ്ധങ്ങളൊക്കെ നടത്തുന്നത്. നാഷൻസ് യൂസ് ഡാറ്റ, സർവൈലൻസ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ടു ഗെയിൻ അഡ്വാൻറ്റേജ് ഓവർ ദെയർ എനിമീസ്. അപ്പോൾ ശത്രുവിൻ്റെ മേൽ അധികായത്വം സ്ഥാപിക്കാനായിട്ട് അവർ എന്ത് ചെയ്യുന്നു? ഡാറ്റ യൂസ് ചെയ്യുന്നു, സർവൈലൻസ് യൂസ് ചെയ്യുന്നു, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ലാർജ് ആർമീസ് മീറ്റിംഗ് ഓൺ ബാറ്റിൽ ഫീൽഡ്, മെനി കോൺഫ്ലിക്ട്സ് നൗ ഹാപ്പൻ ത്രൂ എക്കണോമിക് സാങ്ഷൻ, സൈബർ സബോട്ടേജ് ആൻഡ് പ്രൊപ്പഗണ്ട. അപ്പോൾ യുദ്ധങ്ങളിൽ പരസ്പരം ആളുകൾ തമ്മിൽ പരസ്പരം യുദ്ധക്കളത്തിൽ കണ്ടുമുട്ടുക എന്നതിലുപരിയായിട്ട് എല്ലാ കോൺഫ്ലിക്റ്റും ഇപ്പോൾ സംഭവിക്കുന്നത് എക്കണോമിക് സാങ്ഷൻസ്, അതുപോലെ തന്നെ സൈബർ സബോട്ടേജ്, അതുപോലെ തന്നെ പ്രൊപ്പഗണ്ട, ഇത്തരം കാര്യങ്ങളിലൂടെയാണ് ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നത്. ദീസ് ആർ ന്യൂ ഫോംസ് ഓഫ് അറ്റാക്ക്. ഇത് പുതിയ ഫോംസ് ഓഫ് അറ്റാക്ക് ആണ്. ദാറ്റ് സ്റ്റിൽ ഫോളോ സുൻസുസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസെപ്ഷൻ. ചതിയുടെ ഇത് പുതിയ അറ്റാക്കാണ്, പക്ഷേ പ്രാചീനമായിട്ടുണ്ടായിരുന്ന സുൻസു പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾസ്, ഉദാഹരണത്തിന് ഡിസെപ്ഷൻ, ടൈമിംഗ്, അതുപോലെ തന്നെ പ്രിപ്പയർനെസ്, ഇതിൻ്റെ എല്ലാം പുതിയ മെത്തേഡ്സ് ആണ്. ഹവർ സുൻസുസ് ഐഡിയാസ് റിമെയിൻ റെലവെന്റ്. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും സുൻസുവിൻ്റെ ഐഡിയകൾ എന്താണ്? അത് കാലോചിതമാണ്. The focus on planning, defense and winning without fighting can be seen in modern diplomacy and global politics. അന്താരാഷ്ട്ര അല്ലെങ്കിൽ ആഗോള പൊളിറ്റിക്സിൽ, ആഗോള രാഷ്ട്രീയത്തിൽ, അതുപോലെ തന്നെ മോഡേൺ ഡിപ്ലോമസിയിലും എല്ലാം തന്നെ ഇത്തരം പ്ലാനിങ്ങും ഡിഫൻസും വിന്നിങ് വിത്തൗട്ട് ഫൈറ്റിംഗ് എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ, പ്ലാനിങ് ചെയ്താലേ അങ്ങനെ വിജയം ഉണ്ടാവും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കൺട്രീസ് നൗ എയിം ടു വീക്കൻ ഒപ്പണൻസ് ത്രൂ സ്ട്രാറ്റജീസ്, അലയൻസസ് ആൻഡ് ടെക്നോളജി റാദർ ദാൻ ഓൺലി ത്രൂ വയലൻസിലൂടെ കേവലമായിട്ട് നേരിടാം എന്നതിലുപരിയായി രാജ്യങ്ങൾ ചെയ്യുന്നത് സ്ട്രാറ്റജികളും അലയൻസും ടെക്നോളജിയും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ കൂടുതൽ ജനങ്ങളെ വീക്കൺ ചെയ്യുന്നത്, തളർത്തുന്നത്. Thus, while the tools of war have changed, the principles of strategy, discipline and foresight that Sun Tzu taught continue to guide the nations even in the 21st century. 24ാം നൂറ്റാണ്ടിലും ട്രഡീഷണൽ വാർ അല്ലെങ്കിൽ ടൂൾസ് എല്ലാം മാറിയിട്ടുണ്ടെങ്കിലും പ്രിൻസിപ്പിൾസ്, അതായത് സ്ട്രാറ്റജി, ഡിസിപ്ലിൻ, ഫോർസൈറ്റ്, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഡിസ്കസ് ദ ഐഡിയ ഓഫ് ഡിസിപ്ലിൻഡ് ആർമി ആസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ Sun Tzu's ദ ആർട്ട് ഓഫ് വാർ എന്ന സുൻസുവിൻ്റെ രചനയിൽ ഡിസിപ്ലിൻഡ് ആർമിയെ കുറിച്ച് പറഞ്ഞ ഐഡിയ അത് ഡിസ്കസ് ചെയ്യാൻ. Sun Tzu believed that discipline is foundation of victory. അടിസ്ഥാനം എന്താണ്? ഡിസിപ്ലിൻ ആണ്. ഡിസിപ്ലിൻ ആർമി ഒബേസ് ഓർഡേഴ്സ്, ഫോളോസ് റൂൾസ് ആൻഡ് ആക്ട് ടുഗദർ വിത്ത് പർപ്പസോടെ റൂൾസ് ഫോളോ ചെയ്ത് ഓർഡേഴ്സ് ഒക്കെ അനുസരിച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് ആർമി വർക്ക് ചെയ്യുന്നു. ദ കമാൻഡർ മസ്റ്റ് കൾട്ടിവേറ്റ് ദ മോറൽ ലോ. കമാൻഡർ ഒരു ധാർമ്മികമായിട്ടുള്ള നിയമങ്ങൾ എന്തെങ്കിലും കൾട്ടിവേറ്റ് ചെയ്യണം, അത് പടുത്തുയർത്തണം. വിച്ച് എൻഷൂർസ് യൂണിറ്റി ബിറ്റ്വീൻ റൂളർ ആൻഡ് സോൾജേഴ്സ്. സോൾജേഴ്സിൻ്റെ ഇടയും അതുപോലെ തന്നെ റൂളറിൻ്റെയും ഇടയിലുള്ള യൂണിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പുവരുത്തുന്നുണ്ട്. ഹി മസ്റ്റ് ഓൾസോ ഫോളോ മെത്തേഡ് ആൻഡ് ഡിസിപ്ലിൻ. ഒരു മെത്തേഡ് ഫോളോ ചെയ്യണം, ഡിസിപ്ലിൻ ഫോളോ ചെയ്യണം. വൈൽ ഇൻക്ലൂഡിങ് ഓർഗനൈസിങ് ട്രൂപ്സിനെ ഓർഗനൈസ് ചെയ്യണം. സെറ്റിംഗ് ക്ലിയർ കമാൻഡ്സ് കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ട്രെയിനിങ് ദം ടു റെസ്പോണ്ട് ഇമ്മീഡിയറ്റ്ലി ടു ഓർഡൻസിനെ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ, തോന്നിയ പോലെ പ്രതികരിച്ചാൽ പോരാ, കൃത്യമായിട്ട് പ്രതികരിക്കാനുള്ള ട്രെയിനിങ് കൊടുക്കണം. A disciplined army does not act on emotion but on reason and strategy. സ്ട്രാറ്റജിയുടെയും യുക്തിയുടെയും മേലാണ് ഒരു ഡിസിപ്ലിൻഡ് ആർമി ആക്ട് ചെയ്യുക, പ്രവർത്തിക്കുക, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക. എന്തിൻ്റെ മേലല്ല? വൈകാരികതയുടെ മേലല്ല. ഈ സോൾജിയർ മസ്റ്റ് നോ ഹിസ് ഡ്യൂട്ടി ആൻഡ് ട്രസ്റ്റ് ഹിസ് ലീഡർ. ഓരോ സോൾജറും അവൻ്റെ ലീഡറെ വിശ്വസിക്കുകയും അവൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയും വേണം, അത് അറിയുകയും വേണം. Sun Tzu explains that the control of success lies in the leader's ability to maintain order and discipline. ഒരു ലീഡറിൻ്റെ സക്സസ് എന്നുള്ളത് ഓർഡറും ഡിസിപ്ലിനും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോൾജേഴ്സ് റെസ്പെക്ട് അതോറിറ്റി ആൻഡ് മൂവ് ആസ് വൺ. സോൾജേഴ്സ് എന്ത് ചെയ്യുന്നു? ഒരു അതോറിറ്റിയെ റെസ്പെക്ട് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഒറ്റ ശരീരം പോലെ അല്ലെങ്കിൽ ഒറ്റ
ഇതിനെപ്പോലെ മൂവ് ചെയ്യുമ്പോൾ ദേ ക്യാൻ ഫേസ് എനി ചലഞ്ച്. നമുക്ക് ഏത് ചലഞ്ച് തന്നെ ഫേസ് ചെയ്യാൻ പറ്റും. വിത്തൗട്ട് ഡിസിപ്ലിൻ ഈവൻ ദ സ്ട്രോങ്ങസ്റ്റ് ആർമി ബിക്കംസ് വീക്ക് ആൻഡ് കൺഫ്യൂസ്ഡ്. ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ആർമികൾ പോലും എന്ത് ചെയ്യുന്നു, വീക്കും കൺഫ്യൂസും ആവുന്നു. Therefore, in Sun philosophy, discipline, structure, and moral harmony are the key to a lasting effortless victory. പിന്നെ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന ദീർഘമായിട്ടുള്ള എഫേർട്ട്ലെസ് ആയിട്ടുള്ള വിജയത്തെ നേരിടാനായിട്ട് അതുകൊണ്ട് തന്നെ ഫിലോസഫിയും ഡിസിപ്ലിനും സ്ട്രക്ചറും മോറൽ ഹാർമണിയുമാണ് കാരണം എന്നാണ് സുൻസു തന്റെ ടാക്ടിക്കൽ ഡിസ്കഷൻസ് എന്ന രചനയിലൂടെ ആർട്ട് ഓഫ് വാർ എന്ന രചനയിൽ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ അറിയിക്കുക. ഗ്രൂപ്പിൽ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഡിസ്കഷൻസ് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.